അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ശവ്വാൽ മാസത്തിൽ റമളാൻ മാസത്തിന് ശേഷം ഒരു സുന്നത്ത് നോമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾക്ക് വിധിച്ചിട്ടുണ്ട്. റസൂൽ പറഞ്ഞത് സിത്തം മിൻ ശവ്വാൽ, റമളാനിൽ ഒരു 6 ദിവസം നോമ്പെടുത്താൽ കാന്നമാ സ്വാമദ്ദഹർ, കാലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണെന്ന്. അല്ലെങ്കിൽ റമളാൻ മാസത്തിൽ നോമ്പെടുത്തു സുമാത്ത് പഴഹു സിത്തമ, അതിന് തുടർന്നു കൊണ്ട് ഒരു 6 നോമ്പ് കൂടി എടുക്കുന്നവൻ കാലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എന്നാണ്. ആ ശവ്വാലിലാണ് ആ നോമ്പിൻ്റെ കാലം. ഇത് റസൂൽ തന്നെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഈ കാലം മുഴുവൻ നോമ്പെടുക്കാനുള്ള അവസ്ഥയിലേക്ക് ഇതെങ്ങനെ എത്തുന്നു എന്നുള്ളത്. അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഖുർആൻ്റെ ഒരു ആശയം. ഒരു നന്മ സാധാരണ മട്ടിൽ 10 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ്. ഒരു നന്മക്ക് സാധാരണ മട്ടിൽ 10 ഇരട്ടി പ്രതിഫലം കിട്ടും. അത് ചെയ്യുന്നവൻ്റെ നിയ്യത്തും ആത്മാർത്ഥതയും മാനസികാവസ്ഥയും സാഹചര്യവും ഒക്കെ പരിഗണിച്ച് അത് 700 ഇരട്ടിയാകാം, കണക്കില്ലാത്ത പരിധിയോളം ഉയർന്നു പോകാം. അതിൻ്റെ ഏറ്റവും മിനിമം ഒരു നന്മക്ക് 10 ഇരട്ടി കൂലി എന്നാണ്. അങ്ങനെ 10 ഇരട്ടി കൂലി പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് റമളാൻ മാസത്തിൽ 30 നോമ്പെടുക്കുമ്പോൾ 300 ദിവസം നോമ്പെടുത്ത കൂലിയായി. വസിത്തൻ മിൻ ഷവ്വാൽ, ഷവ്വാലിൽ ഒരു 6 ദിവസം കൂടി സുന്നത്ത് നോമ്പ് എടുക്കുന്നതോടുകൂടി 2 മാസം 60 നോമ്പ്, 360 നോമ്പ്, ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലം കിട്ടുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. കഴിയുന്നവരൊക്കെ നോൽക്കുക, സാധിക്കുന്നവർ നോൽക്കുക. ഈ സുന്നത്ത് നോമ്പുകളുടെ മാത്രമല്ല, എല്ലാ സുന്നത്ത് കർമ്മങ്ങളുടെയും ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നിർബന്ധമല്ല, താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ചെയ്യുന്നതിൻ്റെ ഗുണം റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. പരലോകത്ത് ഈ അള്ളാഹു ആളുകളെ, മനുഷ്യരെ വിചാരണ നടത്തും. ആ വിചാരണ നടത്തുന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് അള്ളാഹു വിചാരണ നടത്തുന്ന അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഇടപാടിൽ നമസ്കാരമാണ്. മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് വേറെ വിചാരണയാണ്. അതിൽ ആദ്യം നമസ്കാരം വിചാരണ നടത്തും. നമസ്കാരത്തെ വിചാരണ നടത്തുമ്പോൾ അവൻ ചെയ്ത നിർബന്ധ നമസ്കാരങ്ങളെ പറ്റിയുള്ള വിചാരണയും ചോദ്യവും ഉണ്ടാവും. അപ്പോൾ അതിലേതായാലും ന്യൂനതകളുണ്ടാവും, പോരായ്മകളുണ്ടാവും. അപ്പോൾ അള്ളാഹു നവാഫിൽ, എൻ്റെ ഈ അടിമക്ക് സുന്നത്ത് നമസ്കാരങ്ങൾ വല്ലതുമുണ്ടോ എന്ന് നോക്കണമെന്ന് മലക്കോട് നിർദ്ദേശിക്കും. ഇത് അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, അതിൻ്റെ രീതി അങ്ങനെയാണ്. വിചാരണൻ്റെ കൃത്യം കണക്കുകൾ നോക്കും അള്ളാഹു. അപ്പോൾ മലക്കുകൾ പറയുക ഉണ്ട്. അപ്പോൾ അള്ളാഹു പറയുന്നത് ആ സുന്നത്ത് നോമ്പുകളുടെ പുണ്യം കൊണ്ട്, സുന്നത്ത് നമസ്കാരങ്ങളുടെ പുണ്യം കൊണ്ട് അയാളുടെ ഫർള് നമസ്കാരത്തിൽ വന്ന ന്യൂനതകൾ പരിഹരിക്കുക എന്ന്. അപ്പോൾ നമ്മുടെ ഫർളിൽ വരുന്ന വീഴ്ചകൾക്കുള്ള പരിഹാരമാണ് സുന്നത്തുകളായി ഉപയോഗിക്കുന്നത്. റമളാൻ മാസത്തിലെ നോമ്പ് എത്രയായാലും അതിൻ്റേതായ പൂർണ്ണത നമുക്ക് എത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പരിഹാരം സുന്നത്തുകൾ വർദ്ധിപ്പിക്കലാണ്. അവിടെ ആളുകൾ ഉന്നയിക്കുന്ന ചില സംശയങ്ങൾ. ഒന്ന്, ഈ ശവ്വാൽ മാസത്തിൽ പെരുന്നാൾ പിറ്റേന്ന് തന്നെ 6 തുടർച്ചയായിട്ട് നോൽക്കണോ? വേണ്ട. ആ ഹദീസിൻ്റെ വാക്യങ്ങൾ സുമാത്തുബഴഹു സിത്തം മിൻ ഷവ്വാൽ, ഷവ്വാൽ മാസത്തിൽ ഒരു 6 എണ്ണം നോറ്റാൽ എന്നാണ് പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത്. ആ ഷവ്വാൽ മാസം കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ഇടവിട്ടോ സൗകര്യം പോലെയൊക്കെ ഒരാൾക്ക് എന്ത് ചെയ്യാം, 6 നോമ്പെടുത്താൽ ആ 6 നോമ്പ് എന്ന് നമ്മൾ പറയുന്ന 6 നോമ്പ് എന്ന് നമ്മൾ പ്രചാരത്തിലുള്ള വാക്കനുസരിച്ചുള്ള 6 നോമ്പ് അയാൾക്ക് കിട്ടും. രണ്ടാമത് ചില ആളുകൾ ചോദിക്കുന്നത്, ഈ റമളാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടാവും. ആ നോമ്പ് എടുത്തു വീട്ടണം, യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ശവ്വാൽ മാസത്തെ 6 നോമ്പ് അത് രണ്ടും ഒന്നിച്ച് തീരുമാനം നിയ്യത്ത് വെച്ചാൽ 2 കിട്ടുമോന്ന്? 2 കിട്ടില്ല എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ല, ഷെയ്ഖ് ഹുസൈമിൻ, അങ്ങനെ സൗദി അറേബ്യയിലെ ലജ്നത്ത് ദായിമയിലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അത് പറ്റില്ല. വെവ്വേറെ നിയ്യത്തോടു കൂടി വെവ്വേറെ തന്നെ നോൽക്കണം. അല്ലാതെ 2 ഒരു നിയ്യത്തോടു കൂടി 2 കർമ്മങ്ങളും ഒന്നിച്ച് കിട്ടില്ല. ശവ്വാൽ നോമ്പ് നോറ്റാൽ അത് കിട്ടും, മറ്റൊരു നോറ്റാൽ അത് കിട്ടും, 2 ഒന്നിച്ച് കിട്ടില്ല എന്നതാണ്. വേറെ ചില സംശയങ്ങൾ ആളുകൾ അതിന് ഉന്നയിക്കാറുള്ളത്, ഈ നിർബന്ധ നോൽപ്പാണല്ലോ ആദ്യം നോൽക്കേണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് ഈ ശവ്വാൽ സുന്നത്ത് എടുക്കേണ്ടതുണ്ടോയെന്ന്. അത് അവനവൻ്റെ സ്വാതന്ത്ര്യം പോലെ ചെയ്യാം. നിർബന്ധ നോമ്പ് ഏതായാലും ഒഴിവാക്കാൻ പറ്റില്ല, നിർബന്ധം തന്നെയാണ്. പക്ഷേ ശവ്വാൽ നോമ്പിൻ്റെ ഒരു പ്രത്യേകത, അതുപോലെയുള്ള മുഹറം നോമ്പ്, അറഫ നോമ്പ് എന്നൊക്കെ പറയുന്ന നോമ്പുകൾ ഇടയ്ക്ക് വരും. ഈ നോമ്പുകളുടെ ഒക്കെ പ്രത്യേകത
അത് ആ സന്ദർഭത്തിൽ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. ഷവ്വാൽ നോമ്പ് ഷവ്വാൽ കഴിഞ്ഞാൽ നോൽക്കാൻ കഴിയില്ല. അറഫ നോമ്പ് ഹജ്ജ് കഴിഞ്ഞാൽ നോക്കാൻ കഴിയില്ല. അത് ഇടയ്ക്ക് കയറി വരുന്ന ആ സന്ദർഭം വരുമ്പോൾ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതപ്പോൾ ചെയ്യാം. ഒരു നിർബന്ധകർമ്മം ബാക്കിയുണ്ട് എന്നതിൻ്റെ പേരിൽ അത് ചെയ്യാതിരിക്കേണ്ടതില്ല, അത് ചെയ്യാം. നിർബന്ധകർമ്മം ചെയ്യാനുള്ള സന്ദർഭം പിന്നേക്ക് നീട്ടിവെക്കുകയോ സൗകര്യം പോലെയൊക്കെ ആകാം. അല്ല, ഒരാൾക്ക് നിർബന്ധം നേരത്തെ ചെയ്യണം എന്ന് താല്പര്യമൊക്കെ ചെയ്യാം. രണ്ടും അയാളുടെ സ്വാതന്ത്ര്യമാണ്. പുണ്യം കിട്ടുന്നത് നിർബന്ധകർമ്മങ്ങൾക്ക് തന്നെയാണ്, മുൻഗണന അതിന് തന്നെയാണ്. പക്ഷെ അയാൾക്ക് ഈ ഷവ്വാൽ കഴിഞ്ഞാൽ ഈ ഷവ്വാൽ നോൽപ്പ് നോൽക്കാൻ കഴിയില്ല. അപ്പോൾ അയാൾക്ക് അത് നോൽക്കാം. എന്നിട്ട് സൗകര്യം പോലെ ബാക്കിയുള്ള 10 മാസങ്ങൾക്കിടയിൽ സൗകര്യം പോലെ നിർബന്ധ നോൽപ്പ് നോൽക്കാം. ഇതൊക്കെ ഓരോരുത്തരും അവനവൻ്റെ തീരുമാനത്തിൽ സൗകര്യം പോലെയും ആശ്വാസം പോലെയും ചെയ്യേണ്ടതാണ്. അങ്ങനെ നോമ്പെടുത്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നവരൊക്കെ ചെയ്യുക നല്ലൊരു കാര്യമാണ്. നോമ്പിൻ്റെ ചൈതന്യം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ശ്രമിക്കുക. സർവശക്തൻ നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.